Okay, listen. The second video, Basavana's Veerashaivism. Veerashaiva movement by Basavana. നമ്മൾ പറഞ്ഞു ശങ്കര അദ്വൈത സിദ്ധാന്ത, പിന്നെ രാമാനുജ വിശിഷ്ടദ്വൈത അല്ലേ? യെസ്. അപ്പോൾ ഒന്ന് വണ്ണസ് ആയിരുന്നു, മറ്റേ ക്വാളിഫൈഡ് വണ്ണസ്. ഇനി ബാസവനാസ് വീരശൈവിസം, വീരശൈവ മൂവ്മെൻറ്റ് നോക്കിയേ. വീരശൈവ മൂവ്മെൻറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ ബാസവന. വീരശൈവ മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്ത ബാസവനയാണ്. ആൻഡ് ഓൾസോ ഹിസ് കമ്പാനിയൻസ് ലൈക്ക് അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി, ഇവർ മൂന്നുടാ. അപ്പോൾ വീരശൈവ മൂവ്മെൻറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ, സ്റ്റാർട്ട് ചെയ്തത് ബാസവനയാണ്. ആൻഡ് ഓൾസോ അതർ പീപ്പിൾ ആർ ഓൾസോ ദെയർ, അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി. ദിസ് മൂവ്മെൻറ്റ് ബിഗാൻ ഇൻ കർണാടക ഇൻ മിഡ് 12th century. അപ്പോൾ ആദ്യം ശങ്കര നമ്മൾ പറഞ്ഞു കേരളത്തിലായിരുന്നു, അദ്വൈത വിശിഷ്ട അദ്വൈത തമിഴ്നാട്ടിലാണ്. ഇനി കർണാടകത്തിലാണ് ഏത് ബാസവന്ന അല്ലേ? വീരശൈവിസം മൂവ്മെൻറ്റ്, വീരശൈവ മൂവ്മെൻറ്റ് വാസ് ഇൻ കർണാടക മിഡ് 12th century. ആദ്യം 8th century ആയിരുന്നു, 11th century രാമാനുജൻ വന്നു, ഇനി 12th century. അതങ്ങനെ അങ്ങ് ഓർത്തോണം കേട്ടോ. അപ്പോൾ കേരളത്തിൽ ശങ്കര, കേരളത്തിൽ ശങ്കര കേരള ഏത് സെഞ്ചുറിയാണ്? 8th century, 8th. ഓക്കെ, നെക്സ്റ്റ് രാമാനുജ തമിഴ്നാട് ഏത് സെഞ്ചുറി? 11th century. അടുത്തത് ബാസവന്ന, ആദ്യത്തെ ഏതായിരുന്നു? ഏതാ? അദ്വൈത, ഇത് വിശിഷ്ടദ്വൈത. ഇനി അടുത്തത് ഏതാ? ബാസവന്ന, വീരശൈവ മൂവ്മെൻറ്റ്, ബാസവന്ന. കമ്പാനിയൻസ് ഉണ്ട്, അക്കമഹാദേവി, അല്ലാമ പ്രഭു. അതെന്നായിരുന്നു? മിഡ് 12th century. 12th. അപ്പോൾ 8th century, 11th century, 12th century. ഇത് കർണാടകയിലാണ്, കർണാടക. ഓക്കെ, കർണാടക. Yes, and this movement began in Karnataka. The Veerashaivas argued strongly in the equality of all human beings and against Brahmanical ideas about caste and treatment of women. They were also against all forms of ritual and idol worship. അപ്പോൾ വീരശൈവ മൂവ്മെൻറ്റ് എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു ആർഗ്യുമെൻറ്റ്? അവരുടെ ആർഗ്യുമെൻറ്റ് നോക്കിയേ. ഇക്വാളിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്, അതായിരുന്നു അവർക്ക് ഏറ്റവും പ്രധാനം. എല്ലാ ഹ്യൂമൻ ബീങ്സും ഈക്വലാണ്, ഇക്വാളിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. ആൻഡ് ദേവർ എഗനിസ്റ്റ് ബ്രാഹ്മണിക്കൽ ഐഡിയാസ്. അവരെന്തിന് എഗനിസ്റ്റ് ആയിരുന്നു? ബ്രാഹ്മണ. അപ്പോൾ ഈക്വൽ സ്റ്റാറ്റസ്, ബ്രാഹ്മണിക്കൽ ഐഡിയാസ് വരുമ്പോൾ ബ്രാഹ്മണാസിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഇവിടെ ഇവർ എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെ ഇക്വാളിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. ആൻഡ് ദേവർ എഗനിസ്റ്റ് ബ്രാഹ്മണിക്കൽ ഐഡിയാസ്. എന്താ? കാസ്റ്റ് സിസ്റ്റം. ബ്രാഹ്മണിക്കൽ ഐഡിയാസ് കാസ്റ്റ് സിസ്റ്റമാണ്. പിന്നെ അതുപോലെ തന്നെ വിമൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ, എന്നാൽ വിമനെയൊക്കെ എന്താ വളരെ വെളിയിലോട്ട് ഇറക്കത്തില്ല, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അതൊന്നും അവരിഷ്ടപ്പെട്ടില്ല. ദേ വെർ ഓൾസോ എഗനിസ്റ്റ് ഓൾ ഫോംസ് റിച്വൽ ആൻഡ് ഐഡൽ വർഷിപ്പ്. വിഗ്രഹാരാധനയെ എതിർത്തു അല്ലേ? മതപരമായ ചടങ്ങുകളെയും അതുപോലെ വിഗ്രഹാരാധനയൊക്കെ എതിർത്തവരാണ് വീരശൈവാസ്. അപ്പോൾ വീരശൈവ മൂവ്മെൻറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ ബാസവന്ന ആൻഡ് കമ്പാനിയൻസ് ലൈക്ക് അക്ക മഹാദേവി ആൻഡ് അല്ലാമ പ്രഭു. It was begun Karnataka in mid 12th century. They want equality for all human beings. എല്ലാ ഹ്യൂമൻ ബീങ്സ് ഇക്വാളിറ്റി വേണം, ഈക്വൽ സ്റ്റാറ്റസ് വേണം. ദേവർ അഗനിസ്റ്റ് ബ്രാഹ്മണിക്കൽ ഐഡിയാസ്. ബ്രാഹ്മണിക്കൽ ഐഡിയാസിന് അഗനിസ്റ്റ് ആയിരുന്നു, കാസ്റ്റ് സിസ്റ്റത്തിന് അഗനിസ്റ്റ് ആയിരുന്നു. കാസ്റ്റ് സിസ്റ്റം ആയിരുന്നല്ലോ ബ്രാഹ്മണിക്കൽ ഐഡിയാസ്. പിന്നെ വിമൻ ട്രീറ്റ്മെൻറ്റ്, വിമൻസിനുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ മോശമായിരുന്നു അന്നത്തെ സമയത്ത്. അതൊക്കെ അവരെതിരായിരുന്നു. പിന്നെ ദേവർ ഓൾസോ എഗനിസ്റ്റ് ഓൾ ഫോംസ് റിച്വൽസ് ആൻഡ് ഐഡൽ വർഷിപ്പ്. വിഗ്രഹാരാധനയും മറ്റുള്ള റിച്വൽ എന്ന് പറയുമ്പം മതപരമായ ചടങ്ങുകൾക്കൊക്കെ അവർ എഗനിസ്റ്റായിരുന്നു. അതാണ് ബാസവനാസ് വീരശൈവ മൂവ്മെൻറ്റ്. ബാസവന്ന കർണാടകയിൽ മിഡ് 12th century. ഓക്കെ, അപ്പോൾ ഇത് വോണ്ട് ഇക്വാളിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. ദേവർ അഗനിസ്റ്റ് ബ്രാഹ്മണിക്കൽ ഐഡിയാസ്, കാസ്റ്റ് സിസ്റ്റം. ബ്രാഹ്മണിക്കൽ ഐഡിയാസ് എന്താണ്? കാസ്റ്റ് സിസ്റ്റം, ട്രീറ്റ്മെൻറ്റ് ഓഫ് വിമൺ. ആൻഡ് ദേവർ ഓൾസോ അഗനിസ്റ്റ് ഓൾ ഫോംസ് ഓഫ് റിച്വൽ ആൻഡ് ഐഡൽ വർഷിപ്പ്. വിഗ്രഹാരാധന, അത് ഐഡൽ വർഷിപ്പ്, അങ്ങനെയൊക്കെ എഗനിസ്റ്റ് ആയിരുന്നു. ഇനി മഹാരാഷ്ട്രയിലെ സെയിൻറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സെയിൻറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെയിൻറ്റ് ഓഫ് മഹാരാഷ്ട്ര ധ്യാനേശ്വർ, നാമദേവ്, എക്നാഥ്, തുഖാര, ആസ് വെൽ ആസ് വിമൺ ലൈക്ക് സഖുബായ് ആൻഡ് ഫാമിലി ഓഫ് ചോക്കമേള. ജസ്റ്റ് ഇതിൻ്റെയൊക്കെ പേരെന്ന് വെച്ച് ഓർത്തിരുന്നാൽ മതി. നിങ്ങളത് ഒത്തിരി കാണാമെന്ന് പഠിക്കണ ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ധ്യാനേശ്വർ മഹാരാഷ്ട്രയിലെ സെയിൻ്റ് കേട്ടോ. നാമദേവ്, എക്നാഥ്,
തുക്കാരം. വിമൻ ആദിക്യ സഖുബായ്, ഫാമിലി ഓഫ് ചോക്കമേള, ഹു ബിലോങ് ടു അൺടച്ചബിൾ മഹർ കാസ്റ്റ്. അപ്പോൾ ഇവരെല്ലാം ഏത് കാസ്റ്റിൽ വരുന്ന? അൺടച്ചബിൾ കാസ്റ്റിൽ വരുന്നവരാണ്. മഹർ കാസ്റ്റ്, അൺടച്ചബിൾ കാസ്റ്റ്. യെസ്. This regional tradition of Bhakti focused on Vithala, a form of Vishnu temple in Patharpur, as well as on the notion of a personal god residing in the heart of all people. Yes. അപ്പോൾ അവരുടെ ദിസ് റീജിയണൽ ട്രഡീഷൻ ഓഫ് ഭക്തി, അപ്പോൾ അവർ ഭക്തി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. യെസ്. അവർ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്ത്? വിഷ്ണു, അതായത് ഫോക്കസ്ഡ് ഓൺ വിഷ്ണു ആണ്. പേഴ്സണൽ ഗോഡ് റിസൈഡിങ് ഇൻ ദ ഹേർട്ട് ഓഫ് ഓൾ പീപ്പിൾ. ദേ ഓൾസോ ഗിവ് ഇമ്പോർട്ടൻസ് ടു പേഴ്സണൽ ഗോഡ്. ദാറ്റ് ഗോഡ് ഈസ് റിസൈഡിങ് ഇൻ ദ ഹേർട്ട് ഓഫ് ഓൾ ദ പീപ്പിൾ എന്നാണ് അവർ പറഞ്ഞത്. വിഷ്ണുവിൻ്റെ ഡിവോഷൻ, അത് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഫോക്കസ്ഡ് ഓൺ വിഷ്ണു, അല്ലേ? ആൻഡ് ദെൻ പേഴ്സണൽ ഗോഡ്, ആൻഡ് ദിസ് പേഴ്സണൽ ഗോഡ് ഈസ് റിസൈഡിങ് ഇൻ ദ ഹേർട്ട് ഓഫ് ഓൾ ദ പീപ്പിൾ. They rejected all forms of ritualism, outward display of piety, and social difference based on birth. കണ്ടോ, ഇതിനൊക്കെ അവർ എഗനിസ്റ്റ് ആയിരുന്നു. ദേ റിജക്റ്റഡ്, എന്തിനൊക്കെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത വിഷ്ണു, അല്ലേ? വിഷ്ണുവിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ പേഴ്സണൽ ഗോഡ്, ആ പേഴ്സണൽ ഗോഡ് എവിടെയാണ്? റിസൈഡിങ് ഇൻ ദി ഹേർട്സ് ഓഫ് ഓൾ പീപ്പിൾ. ദ റിജക്റ്റഡ് ഓൾ ഫോംസ് ഓഫ് റിച്വലിസം, അല്ലേ? റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ആചാരങ്ങൾക്കും എഗനിസ്റ്റ് ആയിരുന്നു. ഔട്ട്വേർഡ് ഡിസ്പ്ലേ ഓഫ് പൈറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഭക്തി, പുറത്തോട്ട് കാണിക്കുന്ന ഭക്തി, അതിനൊക്കെ എഗനിസ്റ്റ് ആയിരുന്നു. സോഷ്യൽ ഡിഫറൻസ് ബേസ്ഡ് ഓൺ ബർത്തിൻ്റെ ബേസിലുള്ള സോഷ്യൽ ഡിഫറൻസ്, അല്ലേ? ചിലർക്ക് ബർത്തിൻ്റെ ബേസിൽ കൂടുതൽ നോബിൾസ് ആകുമ്പം ദേ ഗെറ്റ് ലോട്ട് ഓഫ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി, അതിനൊക്കെ അവർ എഗനിസ്റ്റ് ആയിരുന്നു. ദേ ഓൾസോ റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് റിനൗൺസിയേഷൻ എഗനിസ്റ്റ് ആയിരുന്നു. റിനൗൺസിയേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്താ പിന്നെ എന്താ സൊസൈറ്റിയുടെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, അല്ലേ? വീടെല്ലാം ഉപേക്ഷിച്ച് എന്താ ഒരു സ്പിരിച്വൽ ലൈഫ്, അല്ലേ? സന്യാസ ജീവിതത്തിലേക്ക് പോകാൻ റിനൗൺസിയേഷൻ, അതിന് എഗനിസ്റ്റ് ആയിരുന്നു. ദേ വർ എഗനിസ്റ്റ് ദ ഐഡിയ ഓഫ്, ഓർ ദേ റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് റിനൗൺസിയേഷൻ ആൻഡ് പ്രിഫേർ ടു ലീവ് വിത്ത് ദെയർ ഫാമിലീസ്. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലിയുമായിട്ടൊക്കെ ബന്ധമൊക്കെ ഉപേക്ഷിച്ച് എന്താ സന്യാസ ജീവിതത്തിന് അങ്ങ് പോവുക. പക്ഷേ ഇവർ പറയുന്ന ദേ വർ എഗനിസ്റ്റ് ദാറ്റ്. ദേ പ്രിഫേർ ടു ലീവ് വിത്ത് ദെയർ ഫാമിലീസ്, ഏണിങ് ലൈവ്ലിഹുഡ് ലൈക്ക് അതർ പേഴ്സൺ. ജോലി ചെയ്ത് ലൈവ്ലിഹുഡ് ഉണ്ടാക്കുക, അല്ലേ? ഹംബ്ലി സെർവിങ് ഫെലോ ഹ്യൂമൻ ബീങ്സ് ഇൻ നീഡ്. കണ്ടോ, ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വിഷ്ണു വൈഷ്ണവാസ് ആയിരുന്നു അവർ, കേട്ടോ. ദേ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഓഫ് അതേഴ്സ്, അതാണ്. ദേ വർ വൈഷ്ണവാസ് ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഓഫ് അതേഴ്സ്. ദേ ആർ വൈഷ്ണവാസ് ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ് the pain of others. Yes. A new humanist idea emerged as they insisted that the bhakti, ഓക്കെ സോറി, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അവർ പറയുന്നത് ഭക്തി ലേ ഇൻ ഷെയറിങ് അതേഴ്സ് പെയിൻ, അതാണ് ഷെയറിങ് അതേഴ്സ് പെയിൻ എന്ന് പറയുമ്പോൾ അവർ വൈഷ്ണവാസാണ്, മറ്റുള്ളവരുടെ പെയിനെ മനസ്സിലാക്കുന്നവരാണ്, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുന്നവരാണ്. ദേ ആർ വൈഷ്ണവാസ് ഹു അണ്ടർസ്റ്റുഡ് ദ പെയിൻ ഓഫ് അതേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം മഹാരാഷ്ട്രയിലെ സെയിൻറ്റിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? മഹാരാഷ്ട്രയിലെ സെയിൻറ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം ഞാൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? 13th to 17th സെഞ്ച്വറിയാണ് മഹാരാഷ്ട്രയിലെ സെയിൻറ്റ് പോയിട്ട്, കേട്ടോ. 13th to 17th സെഞ്ച്വറി. അതിൽ ഏറ്റവും പ്രധാനം ധ്യാനേശ്വർ, നാമദേവ്, ഏക്നാഥ്, തുക്കാരം, സഖുഭായ് ആൻഡ് ഫാമിലി ഓഫ് ചോക്കമേള. ദേ ബിലോങ് ടു അൺടച്ചബിൾ മഹർ കാസ്റ്റ്. ദേ ഫോക്കസ്ഡ് ഓൺ വിഷ്ണു, അതാണ് വിഷ്ണു ആണ്, അല്ലേ? പേഴ്സണൽ ഗോഡ് റിസൈഡിങ് ഇൻ ദ ഹേർട്ട് ഓഫ് ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത്, ഹേർട്ട് ഓഫ് ഓൾ പീപ്പിൾ. അപ്പം ഈച്ച് ആൻഡ് എവരിബഡി ഹാവ് പേഴ്സണൽ ഗോഡ് ആൻഡ് ദീസ് ഗോഡ് ആർ റിസൈഡിങ് ഇൻ ഹേർട്ട് ഓഫ് ഓൾ പീപ്പിൾ. മനസ്സിലാണ് ദൈവം ഇരിക്കുന്നതെന്നാണ്. ദേ റിജക്റ്റഡ് all forms of ritualism, പിന്നെ സോഷ്യൽ ഡിഫറൻസ് ബേസ്ഡ് ഓൺ ബർത്ത്, ഔട്ട്വേർഡ് ഡിസ്പ്ലേ ഓഫ് പൈറ്റി, ഭക്തി ഇങ്ങനെ വെളിയിൽ കാണിക്കുക, അതിനൊക്കെ അവർ എഗനിസ്റ്റ് ആയിരുന്നു. ദേ ഓൾസോ എഗനിസ്റ്റ് ഐഡിയ ഓഫ് റിനൗൺസിയേഷൻ, സന്യാസ ജീവിതമൊന്നും വേണ്ട, വീട് വിട്ടു പോകണ്ട. പിന്നെന്താണ്? ലീവ് വിത്ത് ദെയർ ഫാമിലീസ്, ഏണിങ് ലൈവ്ലിഹുഡ്, അല്ലേ? യെസ്. പിന്നെ ദെൻ സെർവിങ്
ഫെലോ ഹ്യൂമൻ ബീങ്സ് ഇൻ ഡീഡ്, അല്ലേ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ആവശ്യമുള്ളപ്പം. പിന്നെ അവർ പറയുന്നത് ദേ ആർ വൈഷ്ണവാസ് ഹു അണ്ടർസ്റ്റുഡ് ദ പെയിൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കുന്നവരാണ്. ഓക്കെ, അതാണ് ഏത് മഹാരാഷ്ട്രയിലെ സെയിൻറ്റ്. ഇനി അടുത്ത് നോക്കിയേ, നാദിപാന്തി സിദ്ധാസ് ആൻഡ് യോഗീസ്. നാദിപാന്തി സിദ്ധാസ് ആൻഡ് യോഗീസ്. A number of religious groups that emerged during this period criticized the ritual and other aspect of conventional religion and social order using simple logical argument. അവരാണ് നാദിപാന്തീസ്, സിദ്ധാചാർസ് ആൻഡ് യോഗീസ്. അപ്പം മറ്റുള്ള ആൾക്കാരെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്തവരാണ്. റിച്വൽസിനെയും റിലീജിയനെയും സോഷ്യൽ ഓർഡറിനെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ് നാദിപാന്തീസ്, സിദ്ധാചാർ ആൻഡ് യോഗീസ്. അവർ പറയുന്നത് ദേ അഡ്വക്കേറ്റഡ് റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡ്. എന്നാൽ മഹാരാഷ്ട്രയിലെ സെയിൻറ്റ് പറയുന്ന റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡിന് എഗനിസ്റ്റ് ആയിരുന്നു. അവർ പറയുന്നത് എന്താ, ലീവ് ഇൻ ഫാമിലി, ഏൺ ലൈവ്ലിഹുഡ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ്, അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഓഫ് അതേഴ്സ്. അതാണ് മഹാരാഷ്ട്രയിലെ സെയിൻറ്റ് പറയുന്നത്. അങ്ങനെ അങ്ങ് ഓർത്താൽ മതി കേട്ടോ. ദേവർ ദ ഡിവോട്ടി ഓഫ് വിഷ്ണു, ഏത് മഹാരാഷ്ട്ര സെയിൻറ്റ്. പിന്നെ പേഴ്സണൽ ഗോഡ്, ആൻഡ് ദിസ് ഗോഡ് ഈസ് റിസൈഡിങ് ഇൻ ദ ഹേർട്ട് ഓഫ് ഓൾ ദ പീപ്പിൾ. ദേവർ അഗനിസ്റ്റ് ഓൾ സോഷ്യൽ ഡിഫറൻസ്, റിച്വലിസം. ദേവർ അഗനിസ്റ്റ് ദ ഐഡിയ ഓഫ് റിനൗൺസിയേഷൻ. റിനൗൺസിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ആൻഡ് പ്രിഫർ ടു ലീവ് വിത്ത് ദെയർ ഫാമിലീസ്, earning livelihood and help others and then understand the pain of others. ഇത്രയാണ് മഹാരാഷ്ട്രയിലെ സെയിൻറ്റ്. ഇവർ ഈ നാദിപാന്തി, സിദ്ധാസ് ആൻഡ് യോഗീസ് റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡാണ് അവർ അഡ്വക്കേറ്റ് ചെയ്തത്. അവർ സന്യാസ ജീവിതമാണ്, എന്താ വീട്ടിൽ നിന്നൊക്കെ വിട്ടുപോയി സന്യാസ ജീവിതത്തിന് പോവുക. ടു ദം ദ പാത്ത് ടു സാൽവേഷൻ ലേ ഇൻ മെഡിറ്റേഷൻ ഓൺ ദ ഫോംലെസ് അൾട്ടിമേറ്റ് റിയാലിറ്റി ആൻഡ് റിയലൈസേഷൻ ഓഫ് വൺനെസ് വിത്ത് ഇറ്റ്. അപ്പം മെഡിറ്റേഷനാണ്, യോഗ, മെഡിറ്റേഷൻ, ധ്യാനം. അത്ര ഓർത്താൽ മതി കേട്ടോ. ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു എന്താ, മെഡിറ്റേഷൻ. ഇറ്റ് ഈസ് എ പാത്ത് ടു അറ്റൈൻ സാൽവേഷൻ. മുക്തി കിട്ടണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, എന്താ, ധ്യാനം നടത്തണം. ടു അച്ചീവ് ദിസ് ദേ അഡ്വക്കേറ്റഡ് ഇൻറ്റൻസ് ട്രെയിനിങ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ത്രൂ പ്രാക്ടീസ് ലൈക്ക് യോഗാസന, ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. അപ്പോൾ സാൽവേഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡിനെയും ബോഡിയെയും ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് ത്രൂ യോഗാസന, ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. അപ്പോൾ യോഗയൊക്കെ ചെയ്ത് ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ട്രെയിൻ ചെയ്യണം, അല്ലേ, ടു അറ്റൈൻ സാൽവേഷൻ. ദീസ് ഗ്രൂപ്പ്സ് ബിക്കെയിം പർട്ടിക്കുലർലി പോപ്പുലർ അമംഗ് ലോ കാസ്റ്റ് എന്നായിരുന്നു കൂടുതലും. യെസ്, അപ്പോൾ ഇത്രയുമാണ് നാദിപാന്തി, സിദ്ധാസ് ആൻഡ് യോഗീസ്. നാദിപാന്തി, സിദ്ധാസ് ആൻഡ് യോഗീസ് ദേ അഡ്വക്കേറ്റഡ് ഇതിനായിരുന്നു റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡ്. പിന്നെ സാൽവേഷൻ അറ്റൈൻ ചെയ്യാൻ മെഡിറ്റേഷനാണ് അവർ പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ട്രെയിനിങ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ത്രൂ വാട്ട്, യോഗാസന, ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. ദേ ബിലോങ്സ് ടു ലോവർ കാസ്റ്റ്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം നാദിപാന്തി, സിദ്ധാസ് ആൻഡ് യോഗീസ്, സിദ്ധാചാർ അല്ലേ, യോഗീസ് അവരെന്തിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡ് എന്നാൽ ലോകത്തിൽ നിന്ന് ഒക്കെ പോയി എന്താ സന്യാസ ജീവിതത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ അവർ പറയുന്നത് മെഡിറ്റേഷൻ ടു അറ്റൈൻ സാൽവേഷൻ. അതെന്തിലൂടെയാണ്, ട്രെയിനിങ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ത്രൂ പ്രാക്ടീസ് ലൈക്ക് യോഗാസന, ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നാദിപാന്തി, സിദ്ധാസ് ആൻഡ് യോഗീസ്. ഇവരുടെ ഐഡിയാസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഓരോരുത്തരുടെ. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതിൽ പിന്നെ എന്താ, ആദ്യം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ശങ്കര ഉണ്ട്, രാമാനുജ പറഞ്ഞു. ശങ്കര അദ്വൈത സിദ്ധാന്ത, വിശിഷ്ട അദ്വൈത രാമാനുജ. ആദ്യത്തെ വണ്ണസ് ആയിരുന്നു, ക്വാളിഫൈഡ് വണ്ണസ്. വീരശൈവ മൂവ്മെൻറ്റ് എന്താ, വാസവന്ന, കമ്പാനിയൻ ലൈക്ക് അലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി. ഇക്വാളിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ദേവർ അഗനിസ്റ്റ് ബ്രാഹ്മണിക്കൽ ഐഡിയാസ് അല്ലേ, ഐഡൽ വർഷിപ്പിന് അഗനിസ്റ്റ് ആയിരുന്നു, റിച്വൽസിന് അഗനിസ്റ്റ് ആയിരുന്നു, വിമനുള്ള ട്രീറ്റ്മെൻറ്റ് അഗനിസ്റ്റ് ആയിരുന്നു. ഇനി മഹാരാഷ്ട്രയിലെ സൈന്യം ഞാൻ ഒത്തിരി പറഞ്ഞു, അവരും റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡിന് എഗനിസ്റ്റ് ആയിരുന്നു. പ്രിഫർ ടു ലീവ് വിത്ത് ദെയർ ഫാമിലീസാണ് പറഞ്ഞത്. പിന്നെ പെയിൻ, അണ്ടർസ്റ്റാൻഡ് പെയിൻ ഓഫ് അതേഴ്സ്. എന്നാൽ നാദിപാന്തി, സിദ്ധാസ് ആൻഡ് യോഗീസ് അവർ പറയുന്നത് എന്താ, റിനൗൺസിയേഷൻ ഓഫ് ദ വേൾഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. യോഗാസന പ്രാക്ടീസ് ചെയ്യണം, ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യണം, മൈൻഡിനെയും ബോഡിയെ ട്രെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് ഇസ്ലാം ആൻഡ് സുഫിസം. ഇസ്ലാം ആൻഡ് സുഫിസം എന്താ പറയുന്നത് നോക്കാം. സുഫീസ് വർ മുസ്ലിം മിസ്റ്റിക്സ്. കണ്ടോ, മുസ്ലിം മിസ്റ്റിക്സ് ആയിരുന്നു സുഫീസ്. They rejected outward religiosity and emphasized love and devotion to God and compassion towards all fellow human beings. യെസ്, അതാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് കേട്ടോ. സുഫീസ്, മുസ്ലിം മിസ്റ്റിക്സ് ആയിരുന്നു സുഫീസ്. അവർ പറയുന്നത് ഔട്ട്വേർഡ് റിലീജിയോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ,
യെസ്, അതായത് ഇൻസിൻസിയർ റിലീജിയസ് ബിലീഫ്, പിന്നെ വെളിയിലോട്ട് ഞാൻ ഭയങ്കര ഭക്തിയാണെന്ന് കാണിക്കുക, അതാണ് ഔട്ട്വേർഡ് റിലീജിയോസിറ്റി. ആൻഡ് എംഫസൈസ്ഡ് ലവ് ആൻഡ് ഡിവോഷൻ ടു ഗോഡ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് ഓൾ ഫെലോ ബീങ്സ്. എല്ലാവരോടും കൺസേൺ ഉണ്ടായിരിക്കണം, സിമ്പതി ഉണ്ടായിരിക്കണം, ലവ് ഉണ്ടായിരിക്കണം, ഡിവോഷൻ ഗോഡിനോട്, ലവ് ആൻഡ് ഡിവോഷൻ ടു ഗോഡ്, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുഫീസ് വെർ മുസ്ലിം മിസ്റ്റിക്സ്. ദ റിജക്റ്റഡ് ഔട്ട്വേർഡ് റിലീജിയോസിറ്റി ആൻഡ് എംഫസൈസ് ലവ് ആൻഡ് ഡിവോഷൻ ടു ഗോഡ്, കമ്പാഷൻ ടുവേർഡ്സ് ഓൾ ഫെലോ ബീങ്സ്, എല്ലാ ഫെലോ ബീങ്സിനോടും സിമ്പതി ഉണ്ടായിരിക്കണം, കൺസേൺ ഉണ്ടായിരിക്കണം. അതാണ്. അപ്പോൾ സുഫീസ് വെർ മുസ്ലിം മിസ്റ്റിക്സ് ആണ്. എന്തിനൊക്കെ റിജക്റ്റ് ചെയ്തു? ഔട്ട്വേർഡ് റിലീജിയോസിറ്റി, അല്ലേ, പുറത്തോട്ട് ഭക്തിയാന്ന് കാണിക്കുക, അതിനെ അവർ എഗനിസ്റ്റ് ആയിരുന്നു. പിന്നെന്താ അവർ പറയുന്നത്? ലവ് ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. പിന്നെ കമ്പാഷൻ ടുവേർഡ്സ് ഓൾ ഫെലോ ബീങ്സ്, എല്ലാ ഫെലോ ബീങ്സിനോടും ഒരു എന്തുണ്ടാവണം? കൺസേൺ ഉണ്ടാവണം, അതാണ് അവർ പറയുന്നത്. ദെൻ ഇസ്ലാം പ്രൊപ്പഗേറ്റഡ് സ്ട്രിക്റ്റ് മൊണോത്തിസം ഓർ സബ്മിഷൻ ടു വൺ ഗോഡ്, ഒറ്റ അല്ലെ ഏകദൈവ വിശ്വാസം. അതിനകത്താണ് ഇസ്ലാം ഗീവ് ഇമ്പോർട്ടൻസ് ടു വൺ ഗോഡ്. മൊണോത്തിസം എന്ന് പറയുന്നത്, മൊണോത്തിസം മീൻസ് സബ്മിഷൻ ടു വൺ ഗോഡ്, ബിലീഫ് ഇൻ വൺ ഗോഡ്, അതാണ്. ഇൻ ദ 8th and 9th century, religious scholars developed a different aspect of holy law and theology of Islam. ഷാരിയത്ത്, അവരുടെ ലോയ്ക്ക് പറയുന്നത് ഒരു ഷാരിയത്താണ്. അവരുടെ തിയോളജി, ഇസ്ലാമിൻ്റെ അവരുടെ മതപരമായ കാര്യങ്ങൾ, അല്ലേ, യെസ്, അതാണ് തിയോളജി ഓഫ് ഇസ്ലാം. അപ്പോൾ ഷാരിയത്ത്, അവരുടെ ഹോളി ലോയാണ് ഷാരിയത്ത്. യെസ്, അവരുടെ ഹോളി ലോയ്ക്ക് പറയുന്നവർ ഷാരിയത്ത്. അപ്പം ദേ പ്രൊപ്പഗേറ്റഡ് മൊണോത്തിസം മീൻസ് ഏകദൈവ വിശ്വാസം, അല്ലേ, സബ്മിഷൻ ടു വൺ ഗോഡ്. പിന്നെ ദേ ഡെവലപ്ഡ് ഡിഫറെൻറ്റ് ആസ്പെക്റ്റ്. അവരുടെ ഹോളി ലോയ്ക്ക് പറയുന്നവർ ഷാരിയത്താണ്. ദർ ഹോളി ലോ വാസ് കോൾഡ് ഷാരിയത്ത്. പിന്നെ അപ്പോൾ ഇത്രയുമാണ് ഇസ്ലാം. മൊണോത്തിസം ഓർത്തോണം, മൊണോത്തിസമാണ് ഇസ്ലാമിന് ഏറ്റവും പ്രധാനം, മൊണോത്തിസം. പിന്നെ അവരുടെ ഹോളി ലോയ്ക്ക് ഷാരിയത്ത് എന്ന് പറയും. പിന്നെ വരുന്നത് സുഫീസ് ഓൾസോ റിജക്റ്റഡ് ഇലാബറേറ്റ് റിച്വൽ. സുഫീസും ഇലാബറേറ്റ് റിച്വൽസിനൊക്കെ എഗനിസ്റ്റ് ആയിരുന്നു, അല്ലേ. യെസ്, ആൻഡ് കോഡ്സ് ഓഫ് ബിഹേവിയർ ഡിമാൻഡഡ് ബൈ മുസ്ലിം റിലീജിയസ് സ്കോളേഴ്സ്. അപ്പം ഈ മുസ്ലിം റിലീജിയസ് സ്കോളേഴ്സ് കുറേ ബിഹേവിയർ പറഞ്ഞു, അതിനൊക്കെ എഗനിസ്റ്റ് ആയിരുന്നു സുഫീസ്. ദേ സോട്ട് യൂണിയൻ വിത്ത് ഗോഡ് മച്ച് ആസ് എ ലവർ സീ ഹിസ് ബിലവഡ് വിത്ത് ഡിസ്റിഗാർഡ് ഫോർ ദി വേൾഡ്. ആൻഡ് അപ്പോൾ ഇവരെല്ലാം പറയുന്നത് എന്താണ്? യൂണിയൻ വിത്ത് ഗോഡ്, അതാണ്, ദൈവവുമായി എന്ത് ചെയ്യുക, ഒന്ന് ഇഴുകിച്ചേരുക, യൂണിയൻ വിത്ത് ഗോഡ് എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? യെസ്. They also composed poems expressing their feelings. അപ്പോൾ Sufis composed poems to express their feelings. And a rich literature in prose. പിന്നെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ അവർ എഴുതിയിരുന്നു. അപ്പോൾ ദേ കമ്പോസ്ഡ് പോയംസ് ടു എക്സ്പ്രസ് ദെയർ ഫീലിങ്സ്, അങ്ങനെ ഓർത്താൽ മതി. ദേ കമ്പോസ്ഡ് പോയംസ് ടു എക്സ്പ്രസ് ദെയർ ഫീലിങ്സ്. സെൻട്രൽ ഏഷ്യയുടെ ഫേമസ് ആയുള്ള സുഫീസാണ് ഗസാലി, റുമി ആൻഡ് സാദി. കണ്ടോ, അതൊക്കെ സുഫീസാണ്. ഗസലി, റുമി ആൻഡ് സാദി. എമംഗ് ദ ഗ്രേറ്റ് സുഫീസ് ഓഫ് സെൻട്രൽ ഏഷ്യ വെർ ഗസലി, റുമി ആൻഡ് സാദി. Yes. Like Nadibandi, Siddhas and yogis, Sufis also believed that heart can be trained to look at the world in different way. അവരും ഹേർട്ട് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. നാദിബാന്തി, സിദ്ധാസ് ആൻഡ് യോഗീസ് യോഗാസന നടത്തണം, മൈൻഡ്, ഹേർട്ട്, അല്ലേ, ബോഡിക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവരും ഹേർട്ടിൻ്റെ ട്രെയിനിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സുഫീസ് ഓൾസോ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഹേർട്ട് ക്യാൻ ബി ട്രെയിൻഡ്, ട്രെയിനിങ് ഓഫ് ഹേർട്ട് ടു ലുക്ക് ദ വേൾഡ് ഇൻ ഡിഫറെൻറ്റ് വേ. ഓക്കെ, അത് അവരുമായിട്ടപ്പം ഒരു സിമിലാരിറ്റിയാണ്. നാദിബാന്തി, സിദ്ധാസ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഹേർട്ട്. They developed elaborate methods of training using sikhar, chanting of a name or sacred formula, contemplation, sama, singing, raga, dancing, അല്ലേ, റാഗ്, ഡിസ്കഷൻ ഓഫ് പാരബിൾസ്, ബ്രീത്ത് കൺട്രോൾ, ഇതിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മനസ്സിലായല്ലോ? പിന്നെ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ മാസ്റ്റർ, ഇതെല്ലാം ചെയ്യുന്നത് ഒരു മാസ്റ്റർ വേണം. മാസ്റ്ററിനെ പേർ എന്നാണ് വിളിച്ചത്. ദാറ്റ് മാസ്റ്റർ, അല്ലേ, ഇറ്റ്സ് കോൾഡ് എ പേർ. യെസ്. Thus emerged the Shishilas, a spiritual genealogy of Sufi teachers. Spiritual
ജീനിയോളജി ഓഫ് സുഫി ടീച്ചേഴ്സ്, അതാണ് ശിശിലാസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സുഫി എന്ന് പറഞ്ഞാൽ മുസ്ലിം മിസ്റ്റിക്. പ്രധാന കാര്യങ്ങളൊന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. സുഫീസ് വേർ മുസ്ലിം മിസ്റ്റിക്. ദ റിജക്റ്റഡ് ഔട്ട്വേർഡ് റിലീജിയോസിറ്റി ആൻഡ് എംഫസൈസ് ലവ് ആൻഡ് ഡിവോഷൻ ടു ഗോഡ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് ഓൾ ഫെലോ ബീയിങ്സ്. പിന്നെ സുഫിസത്തിനകത്ത് പറയുന്നത് അവർ റിജക്റ്റ് ചെയ്തു, ലാബററി റിച്വൽസിനെ റിജക്റ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കോഡ്സ് ഓഫ് ബിഹേവിയർ ഓഫ് മുസ്ലിംസിന് കോഡ്സ് ഓഫ് ബിഹേവിയറിന് അഗനിസ്റ്റ് ആയിരുന്നു. പിന്നെ എന്നാൽ നാദിബാന്തി സിദ്ധാസൻ യോഗീസിന് അവർ പിന്നെ ട്രെയിനിങ് ടു ഹേർട്ട് അതിനവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. ട്രെയിനിങ് അല്ലേ, ഹേർട്ട് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ അത്രയും കാര്യങ്ങൾ മതി അതിനകത്ത്. ഹേർട്ട് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സുഫീസിൻ്റെ അതിനകത്ത് അത്രയേ ഉള്ളൂ. പിന്നെ ഇസ്ലാം പ്രൊപ്പഗേറ്റഡ് മൊണോത്തിസം, ഏകദൈവ വിശ്വാസം അല്ലേ, സബ്മിഷൻ ടു വൺ ഗോഡ്. പിന്നെ അവരുടെ ലോയുടെ പേരാണ് ഷാരിയത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ സുഫീസ് നാദിബാന്തി സിദ്ധാസൻ യോഗീസിന് ഹേർട്ട് ട്രെയിനിങ് അതിന് അഡ്വക്കേറ്റ് ചെയ്തവരാണ്. പിന്നെ അതുപോലെ മുസ്ലിംസിന് കോഡ്സ് ഓഫ് ബിഹേവിയറിന് എഗനിസ്റ്റ് ആയിരുന്നു, ലാബററി റിച്വൽസിന് എഗനിസ്റ്റ് ആയിരുന്നു. പിന്നെ ഇസ്ലാം സ്ട്രിക്റ്റ് മൊണോത്തിസം ആയിരുന്നു, ഏകദൈവ വിശ്വാസം, ബിലീഫ് ഇൻ വൺ ഗോഡ്, അതാണ് മൊണോത്തിസം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സുഫീസിനെ കുറിച്ച് നമുക്ക്, സുഫീസും ഇസ്ലാമും. പ്രധാനമായിട്ട് ശങ്കരായും എല്ലാം ജസ്റ്റ് ഒന്ന് അവരോട് ഓർത്തിരിക്കുക, ഐഡിയാസ്. ഓക്കെ, ഐഡിയാസ് എല്ലാം നന്നായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ക്ലാസ് ഇന്നെടുക്കുക. നെക്സ്റ്റ് ഡേയിലും ഐ വിൽ പുട്ട് 2 വീഡിയോസ്. അപ്പോൾ ഈ ചാപ്റ്റർ അങ്ങനെ നമുക്ക് തീർക്കാം. ഇനി 1 more ചാപ്റ്റർ ഫ്രം ഹിസ്റ്ററി ഓൾസോ ആൻഡ് ദെൻ സം ചാപ്റ്റേഴ്സ് ഫ്രം പൊളിറ്റിക്സ് ഓൾസോ വി വോണ്ട് ടു സ്റ്റഡി ബിഫോർ അവർ ടൈം ടു എക്സാമിനേഷൻ. ഇച്ചിരൂടെയൊക്കെ സ്പീഡിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹൗ ടു ക്ലിയർ അറ്റ് ദ ടൈം ഓഫ് ലൈവ് സെഷൻ. ബൈ ഹൗ ടു സ്റ്റഡി ദിസ് പാർട്ട് വെരി വെൽ. വിൽ ഗീവ് ദ നോട്ട്സ് ഓൾസോ. ഇന്ന് തന്നെ നോട്ട്സ് തന്നേക്കാം. യു റൈറ്റ് ദ നോട്ട്സ് അറ്റ് പ്രോപ്പർ ടൈം. Don't write all the notes. Some of the notes you have to underline in your textbook and study from textbook. Okay. Thank you, students. Have a nice day.